ഒരു 100 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞ് 8 രൂപ 50 പൈസ 10 രൂപയ്ക്ക് കമ്മീഷൻ കിട്ടും. പക്ഷെ അതൊരു ജോലിയാണ്, അതും ഒരു ജോലിയാണ്. അത് ചെയ്ത് അല്ലെങ്കിൽ വേറെ ജോലി പിന്നെ കിട്ടി. ഇപ്പോൾ ഫ്ലാറ്റ് വിറ്റുകൊണ്ടിരിക്കുന്നു. ഫ്ലാറ്റ് ഞാൻ റിയൽ എസ്റ്റേറ്റ് ആണ് ചെയ്യുന്നത്. ഫ്ലാറ്റ് വിൽക്കുന്നു, വിൽപ്പന ആണ്. ഇപ്പൊ ഏത് രീതിയിലല്ല, അന്ന് വേറൊരു സാധനം വിറ്റു, ഇന്ന് വേറെ സാധനം വിൽക്കുന്നു. പിന്നെ എനിക്ക് എല്ലാവരോടും നന്ദി പറയാറുണ്ട്. അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അമ്മ മാത്രമേ ഉള്ളൂ എപ്പോഴും പറയുന്നത്. അപ്പൊ അച്ഛനൊക്കെ വഴക്ക് പറയുമ്പോൾ അമ്മ പറയും, അത് അവന്റെ കുഴപ്പമല്ല, ഈ രാഹുവിന്റെയും കേതുവിന്റെയും ഒക്കെ കുഴപ്പമാണ്, അവന്റെ ജാതകത്തിന്റെ ഒക്കെ കുഴപ്പം. ഒരിക്കലും ജീവിതത്തില് തള്ളി പറയാത്ത ഒരാളമ്മയാണ്. അമ്മയുടെ ഫ്രണ്ട് പോകുന്നത് കിട്ടിയതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. അച്ഛനോടുണ്ട്. പിന്നെ ഇതിനെ എല്ലാം കാരണം ഈ കമ്പനി തുടങ്ങാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കൊല്ലത്തുള്ളൊരു കക്ഷിയാണ്. കൊല്ലത്തുള്ളൊരു കക്ഷി എന്ന് പറയുന്നത് വൈഫ് കൊല്ലംകാരിയാണ്, ഗൗരി. പിന്നെ ഏറ്റവും നല്ല എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ് ഉള്ളത്. അച്ഛനും അമ്മയും നമുക്ക് തരുന്ന കൂടപ്പിറപ്പുകളാണ് സഹോദരങ്ങളെങ്കിൽ, ദൈവം നമുക്ക് തരുന്ന ഒരു കൂടപ്പിറപ്പാണ്. അങ്ങനെ ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാം എന്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും നല്ല കാര്യം ചെയ്യുമ്പോഴും, പാട്ട് പാടുമ്പോഴോ ഡാൻസ് പണ്ട് കളിച്ചിരുന്നതാണ്. അപ്പോഴൊക്കെ ഒരു സെറ്റ് ആൾക്കാർ ഫ്രണ്ടിലിരിക്കും. ഇപ്പം അതിൽപ്പെട്ട ആൾക്കാർ എവിടെയും ഫ്രണ്ടിൽ വന്നിരിക്കും. ഇപ്പോഴും ഞാൻ അവരെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചുകൊണ്ടുകൂടെ പറയുന്നുണ്ട്. അവരുടെ കൂടെ ഇരിക്കുമ്പോഴേ ഒരു ആശയവും ആവേശവും നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ അവാർഡ് തന്ന ഈ എല്ലാവർക്കും, യുവജനക്ഷേമ കമ്മീഷൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇവിടെ എൻ്റെ കൂടെ അവാർഡ് കിട്ടിയ എന്നെക്കാളും മികവിലായിട്ടുള്ള ആൾക്കാരാണ്. കൃഷ്ണകുമാറിനെ, ആന്റണിയെയൊക്കെ ഞാൻ വളരെയധികം